കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ രണ്ടുപേരെ ഇഡി അറസ്റ്റ് ചെയ്തു. ഹൈറിച്ച് തട്ടിപ്പ് കേസിൽ പ്രതികളുടെ സ്വത്ത് ഇഡി മരവിപ്പിച്ചു. കിഫ്ബിയിൽ എൻഫോഴ്സ്മെന്റ് കേസെടുത്തു. കുറെ നാളുകളായി നാം എല്ലാവരും പത്രമാധ്യമങ്ങളിൽ കേൾക്കുന്ന ഒന്നാണ് ഇഡി റെയ്ഡ്. പല പ്രമുഖരെയും ഇഡി അറസ്റ്റ് ചെയ്തതും ഇഡിയുടെ അന്വേഷണ പരിധിയിൽ പലരും ഉൾപ്പെടുന്നതും എല്ലാം ഇപ്പോൾ പ്രമുഖ മാധ്യമങ്ങളുടെ എല്ലാം തലക്കെട്ടുകളായി മാറുന്നുണ്ട്. ഇഡി വരുന്നു, റെയ്ഡ് നടത്തുന്നു എന്നതിലുപരി നമ്മളിൽ പലർക്കും ഇഡിയുടെ അധികാര പരിധിയെക്കുറിച്ച് വേണ്ടത്ര അറിവില്ല എന്നതാണ് സത്യം. ഇഡിയുടെ കടന്നുവരവിനെക്കുറിച്ചും അധികാര പരിധിയെക്കുറിച്ചുമെല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണം, അല്ലേ? കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ്, കിഫ്ബി, ഒടുവിൽ ഹൈറിച്ച് കമ്പനി അടക്കം ഇഡിയുടെ അന്വേഷണ പരിധിയിൽ എത്തിയതും തുടർന്നുള്ള നടപടികളും വാർത്താമാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. എന്താണ് ഇഡി എന്നും ഇഡിയുടെ അന്വേഷണ പരിധികൾ എത്രത്തോളമാണെന്നും നമുക്ക് നോക്കാം. 1956 മെയ് 1 സ്ഥാപിതമായ ഇഡി എന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ന്യൂഡൽഹി ആസ്ഥാനമാക്കിയാണ് പ്രവർത്തനം ആരംഭിക്കുന്നത്. സാമ്പത്തിക നിയമങ്ങൾ നടപ്പാക്കുന്നതിനും കള്ളപ്പണം വെളുപ്പിക്കൽ, വിദേശ നാണ്യ ക്രമക്കേടുകൾ തുടങ്ങി സാമ്പത്തിക കുറ്റകൃത്യങ്ങളെ നേരിടുന്നതിനും ചുമതലപ്പെടുത്തിയ നിയമനിർവഹണ ഏജൻസിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ ആക്ട് 2003 വ്യവസ്ഥകൾ അനുസരിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഡയറക്ടറെ തിരഞ്ഞെടുക്കുന്നത്. 1947 ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട് അനുസരിച്ച് സാമ്പത്തികകാര്യ വകുപ്പ് 1956 മെയ് 1 എക്സ്ചേഞ്ച് കൺട്രോൾ നിയമന ലംഘനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ഒരു എൻഫോഴ്സ്മെന്റ് യൂണിറ്റ് സ്ഥാപിച്ചപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും സ്ഥാപിക്കുകയായിരുന്നു. ഡൽഹി ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഈ യൂണിറ്റിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടർ, ലീഗൽ സർവീസ് ഓഫീസർ, 3 സ്പെഷ്യൽ പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഇൻസ്പെക്ടർമാർ, റിസർവ് ബാങ്കിൽ നിന്ന് നിയമനം ലഭിച്ച ഒരു ഓഫീസർ എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ ശാഖകൾ ബോംബെയിലും കൽക്കട്ടയിലുമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് 1957 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് ഈ സംഘടനയ്ക്ക് പുതിയ പേര് നൽകുകയും മദ്രാസ് ബ്രാഞ്ച് ചേർക്കുകയും ചെയ്തു. 1960 ഡയറക്ടറേറ്റിന്റെ മാനേജ്മെന്റിനെ സാമ്പത്തികകാര്യ വകുപ്പിൽ നിന്ന് റവന്യൂ വകുപ്പിലേക്ക് മാറ്റി. ഡയറക്ടറേറ്റ് നിലവിൽ ഭരണപരമായി നിയന്ത്രിക്കുന്നത് റവന്യൂ വകുപ്പ്, ധനകാര്യ മന്ത്രാലയം, ഇന്ത്യ ഗവൺമെന്റ് എന്നിവയാണ്. അന്താരാഷ്ട്ര കള്ളപ്പണം വെളുപ്പിക്കൽ വിരുദ്ധ ചട്ടക്കൂടിന് അനുസൃതമായി കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമം 2002 പാസ്സാക്കുകയും 2005 ജൂലൈ 1 ഇത് നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇഡിക്ക് നൽകുകയും ചെയ്തു. ഇതുകൂടാതെ മറ്റ് രാജ്യങ്ങളിൽ അഭയം തേടുന്ന സാമ്പത്തിക കുറ്റവാളികളെ നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഫ്യൂജിറ്റീവ് ഇക്കണോമിക് ക്രിമിനൽസ് ആക്ട് 2018 പാസ്സാക്കി. ഇതിൻ പ്രകാരം 2018 ഏപ്രിൽ 21 മുതൽ ഇത് നടപ്പാക്കുന്നതിനുള്ള ഉത്തരവാദിത്തം ഇഡിക്കാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടർക്കാണ് ഇഡിയുടെ ന്യൂഡൽഹി ആസ്ഥാനത്തിന്റെ ചുമതല. മുംബൈ, ചെന്നൈ, ചണ്ഡീഗഡ്, കൊൽക്കത്ത, ഡൽഹി എന്നിവിടങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന 5 റീജിയണൽ ഓഫീസുകൾ എൻഫോഴ്സ്മെന്റ് സ്പെഷ്യൽ ഡയറക്ടർമാരുടെ മേൽനോട്ടത്തിലാണ്. ഡയറക്ടറേറ്റിന് 10 സോണൽ ഓഫീസുകളുണ്ട്. അവയിൽ ഓരോന്നിനും ഓരോ ഡെപ്യൂട്ടി ഡയറക്ടർ നേതൃത്വം നൽകുന്നു. കൂടാതെ 11 സബ് സോണൽ ഓഫീസുകളും ഇവയെ നിയന്ത്രിക്കാൻ ഒരു അസിസ്റ്റന്റ് ഡയറക്ടറും ഉണ്ടാകും. മറ്റ് അന്വേഷണ ഏജൻസികളിൽ നിന്ന് നേരിട്ടോ അല്ലാതെയോ ഉദ്യോഗസ്ഥരെ നിയമിക്കാനും ഡയറക്ടറേറ്റിന് അധികാരമുണ്ട്. ഇന്ത്യൻ റവന്യൂ സർവീസസ്, ഇന്ത്യൻ പോലീസ് സർവീസസ്, ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസസ് എന്നിവയുടെ പോലീസ്, എക്സൈസ്, കസ്റ്റംസ്, ആദായ നികുതി വകുപ്പിൽ നിന്നുള്ള പ്രതിനിധികൾ എന്നിവർ ഇതിൽ ഉൾപ്പെടുന്നു. 2021 രാഷ്ട്രപതിയുടെ ഉത്തരവിന്റെ ഭാഗമായി സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡയറക്ടർമാരുടെ കാലാവധി 2 വർഷത്തിൽ നിന്ന് പരമാവധി 5 വർഷമായി നീട്ടാൻ കഴിയും. കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ നടത്തിയതായി ആരോപിക്കപ്പെടുന്നവരെ തടങ്കലിൽ വയ്ക്കാനും ഇഡിക്ക് അധികാരമുണ്ട്. അനധികൃതമായി സമ്പാദിച്ച സ്വത്തുക്കളും റിയൽ എസ്റ്റേറ്റുകളും റെയ്ഡ് ചെയ്യാനും പിടിച്ചെടുക്കാനും ഇഡിക്ക് അധികാരമുണ്ട്. കള്ളപ്പണം വെളുപ്പിക്കലിനോ മറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കോ ബാങ്ക് അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നുവെന്ന് സംശയിക്കുന്ന വ്യക്തികളുടെയും സംഘടനകളുടെയും അക്കൗണ്ടുകൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മരവിപ്പിച്ചേക്കാം. എന്നാൽ ഇക്കാര്യത്തിൽ ഇഡിക്ക് സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഇഡി സാഹചര്യം പരിശോധിച്ച് കുറ്റവാളിയെ തിരിച്ചറിയുന്നതിന് മുൻപ് മറ്റേതെങ്കിലും ഏജൻസിക്കോ പോലീസിനോ ആദ്യം പരാതി നൽകണം. ശേഷം ഇഡി ഇക്കാര്യം അന്വേഷിക്കും. കുറ്റവാളിയുടെ സ്വത്ത് പിടിച്ചെടുക്കുക, അറസ്റ്റ് ചെയ്യുക, PMLA, ഫെമ നിയമങ്ങൾ ലംഘിച്ചതിന് നിയമ നടപടികൾ സ്വീകരിക്കുക തുടങ്ങിയ നടപടികളിലേക്ക് ഇഡി നീങ്ങും. പിന്നീട് PMLAക്ക് കീഴിലുള്ള ഒരു കോടതി വിധിയിലൂടെ പ്രശ്നം പരിഹരിക്കും. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി സഹകരിച്ച് PMLAയുടെ സെക്ഷൻ 4 പ്രകാരം ശിക്ഷാർഹമായ കുറ്റകൃത്യങ്ങൾ ഉൾപ്പെടെ കേസുകൾ പരിഗണിക്കാൻ കേന്ദ്ര സർക്കാർ ഒന്നോ അതിലധികമോ സെക്ഷൻസ് കോടതികളെ പ്രത്യേക കോടതികളുമായി നിയമിക്കുകയും ചെയ്യും.
അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയുടെയും ഈ നിയമത്തിന് കീഴിലുള്ള അധികാരികളുടെയും തീരുമാനങ്ങളിൽ നിന്നുള്ള അപ്പീലുകൾ കേൾക്കാൻ കേന്ദ്ര സർക്കാർ വിജ്ഞാപനത്തിലൂടെ ഒരു അപ്പലേറ്റ് ട്രൈബ്യൂണൽ സ്ഥാപിക്കും. വിധിയോ ഉത്തരവോ അദ്ദേഹത്തെ അറിയിച്ച് 60 ദിവസത്തിനുള്ളിൽ അപ്പലേറ്റ് ട്രൈബ്യൂണൽ തീരുമാനമോ ഉത്തരവോ തെറ്റായി തോന്നുന്ന ആർക്കും ഹൈക്കോടതിയിൽ അപ്പീൽ നൽകാം. സാധുവായ കാരണത്താൽ അപ്പീൽ നൽകുന്നതിൽ നിന്ന് തടഞ്ഞുവെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അപ്പീൽ സമർപ്പിക്കാൻ ഹൈക്കോടതിക്ക് 60 ദിവസത്തിൽ കൂടുതൽ സമയം അനുവദിക്കാം. പ്രത്യേക കോടതി PMLA കോടതി എന്നും അറിയപ്പെടുന്നു. എന്നാൽ ഇഡിക്കെതിരെ ഇതിനോടകം തന്നെ നിരവധി പരാതികൾ ഉയർന്നു വന്നിട്ടുണ്ട്. സർക്കാരും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും PMLA പതിവായി ലംഘിക്കുന്നുവെന്ന ആരോപണങ്ങൾ സുപ്രീം കോടതി പരിശോധിക്കുകയാണ്. സാധാരണ കുറ്റകൃത്യങ്ങൾ പോലും PMLAയുടെ ഭാഗമായി അന്വേഷിക്കുന്നു. യഥാർത്ഥ ഇരകളുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നു എന്നിവയാണ് പ്രധാന ആരോപണങ്ങൾ. നിലവിൽ നിയമത്തിന്റെ ഷെഡ്യൂളിൽ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളുടെ പട്ടിക അസാധാരണമാം വിധം വിശാലമാണ്. ചില സന്ദർഭങ്ങളിൽ സംഘടിത കുറ്റകൃത്യങ്ങളുമായോ മയക്കുമരുന്നുമായോ ഇതിന് യാതൊരു ബന്ധവുമില്ല. സാമ്പത്തിക നിയമങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നതിനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമുള്ള ചുമതല നിയമനിർവഹണ സംഘടനയായ ഇന്ത്യ ഗവൺമെന്റിന്റെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറിനാണ്. എന്നാൽ പല പ്രമുഖരുടെയും പണ ഇടപാടുകളും അക്കൗണ്ടുകളും വിദേശത്തായതിനാൽ ED പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് എന്നതാണ് സത്യം. കൂടാതെ സ്വാധീനമുള്ള പലരും EDയുടെ അന്വേഷണ പരിധിയിൽ പെടുന്നുമില്ല. EDക്ക് ഒരു ഫെഡറൽ സംവിധാനത്തിൽ നിരവധി ഉത്തരവാദിത്തങ്ങളുണ്ട്, പ്രത്യേകിച്ചും രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രതയിലും ഉന്നമനത്തിലും. എന്നാൽ ഇതിൻ പ്രകാരമാണോ EDയുടെ പ്രവർത്തനം എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു.